റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് ആളുകൾ ഈ ഒരു COVID-19 സിറ്റുവേഷൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആളുകൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പല മേഖലയിൽ ഓൺലൈനായിട്ട് സ്റ്റഡീസ്, അതുപോലെ ഇംഗ്ലീഷ് ഹൗസ് പോലുള്ള ഒരുപാട് കോഴ്സുകൾ, അങ്ങനെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ലൈവായി. എന്താണ് ഓൺലൈനിൽ കൂടി എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ വഴി എങ്ങനെ നമുക്ക് ക്യാഷ് സമ്പാദിക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും എങ്ങനെ നമുക്കൊരു 5 രീതിയിൽ ഞാൻ നിങ്ങൾക്കൊരു 5 ടിപ്സ് തരാം. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നമുക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് സൽമാനുൽ ഫാരിസ്. സ്റ്റേ ഫോക്കസ്. നമുക്കറിയാം, നമ്മൾ പല പേജസ് കണ്ടിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമ്പനീസിൻ്റെ ആഡുകൾ കാണാറുണ്ട്. ആഡ് പലതരത്തിലുണ്ട്. നമ്മൾ സ്റ്റോറീസ് ആയിട്ട് ആഡുകൾ കാണാറുണ്ട്, ഫീഡായിട്ട് നമ്മൾ ആഡുകൾ കാണാറുണ്ട്, IGTV നമ്മൾ കാണുന്ന സമയത്ത് ആഡുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ആഡ് എന്ന് പറയും, ചെറിയ ഒരു ബോർഡറൊക്കെ ഉള്ള ഒരു ചെറിയ ആഡുകൾ കാണാറുണ്ട്. ഇത്തരത്തിൽ പല ആഡുകളും പല കമ്പനികളും ഫേസ്ബുക്കിനും അതുപോലെ തന്നെ ഗൂഗിളിനൊക്കെ ക്യാഷ് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ആഡാണ്. ഈ ആഡ് എന്തെങ്കിലും ഒരു ആഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പ്രൊമോഷൻസ്, നമുക്കൊരു കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, നമുക്ക് ഇൻഡിവിജ്വലി പ്രോഡക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിലോ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രൊമോഷൻ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ഒരിക്കലും പ്രൊമോഷൻ ചെയ്യാൻ കഴിയില്ല. അതിന് പ്രൊഫഷണൽ അക്കൗണ്ട് വേണം. പ്രൊഫഷണൽ അക്കൗണ്ട് തന്നെ നമ്മളുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൻ്റെ വ്യൂ മാറ്റാൻ കഴിയും. അതുപോലെ പ്രൊഫഷണൽ അക്കൗണ്ടിൽ ക്രിയേറ്റീവ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് അക്കൗണ്ട് ഉണ്ട്. ഇപ്പം പ്രൊമോഷൻസും അതുപോലെ തന്നെ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടായി മാറും. അപ്പോൾ നമുക്കൊരു കാറ്റഗറിയൊക്കെ നമുക്ക് തിരിച്ച് നമ്മളുടെ കാറ്റഗറി എന്താണ്, ഫുഡാണെങ്കിൽ ഫുഡ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ, ഏത് കാറ്റഗറിയിലാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത്രയും കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ അക്കൗണ്ട് നിർബന്ധമാണ്. അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ അക്കൗണ്ട് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല ക്രിയേറ്റീവായിട്ട് കോണ്ടന്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇനി ഫോട്ടോഷോപ്പൊക്കെ അതുപോലെ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്ററൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള നല്ല കോണ്ടന്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള കമ്പനികൾക്ക് ക്രിയേറ്റ് ചെയ്ത് നല്ല ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയും. ആ കൊടുക്കുന്നത് വഴി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പോസ്റ്ററുകൾ നമ്മളുടെ പേജിലോ അല്ലെങ്കിൽ മറ്റുള്ള പേജുകളിലേക്കോ ഷെയർ ചെയ്ത് നമുക്ക് അതുവഴി എന്ത് ചെയ്യാം, ബിസിനസ് അവരുടേത് റൺ ചെയ്യാൻ പറ്റും, ബിസിനസ് കൂട്ടി കൊടുക്കാൻ പറ്റും. അതുവഴി നമുക്ക് കമ്മീഷനോ അല്ലെങ്കിൽ ഈ പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ എമൗണ്ടോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ടിപ്സ് പറഞ്ഞു. ഒന്നാമത്തത് നമുക്ക് പ്രൊമോഷൻസിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. രണ്ടാമത്തത് നമ്മൾ പോസ്റ്റർ ഡിസൈനിങ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. മൂന്നാമത്തെന്ന് പറയുന്നത്, നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത്യാവശ്യം കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, അല്ല ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ മൊബൈലിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നല്ല ക്വാളിറ്റി വീഡിയോസൊക്കെ നമുക്ക് കൈൻ മാസ്റ്ററിലൊക്കെ എന്താ പറയുക, എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം കോണ്ടന്റ് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കമ്പനികളുടെയും ചെറിയ വീഡിയോ ആഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പല ആളുകൾക്കും സ്വന്തമായിട്ട് പല കമ്പനികളിലും സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിന് ആളുകളില്ല. അതായത് അവർ എംപ്ലോയീസിനെ വെക്കാറില്ല. സാധാരണ രീതിയിൽ അവർ വെക്കുന്ന വെച്ചാൽ വളരെ അവർക്ക് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് മന്ത്ലി സാലറി ഒക്കെ കൊടുക്കേണ്ട കാരണം കൊണ്ട് ഞങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ ഏജൻസികളൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കോണ്ടന്റുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ നിങ്ങൾ അഡോബ് പ്രീമിയർ പ്രോയോ അല്ലെങ്കിൽ FCPയിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോകൾ നല്ല രീതിയിൽ നല്ല സിനിമാറ്റിക് സ്റ്റൈലോ അല്ലെങ്കിൽ കോണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആനിമേഷനായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഓൺലൈനായിട്ട് നമ്മളുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്തിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് വീഡിയോ ക്രിയേറ്റിവിറ്റിയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നല്ല കോണ്ടന്റുകൾ, നല്ല കമ്പനികൾ നിങ്ങൾക്ക് സമീപിച്ച് അവരുടെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് തരാമെന്ന് പറയാം, അവർക്ക് ആഡുകൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക്
നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. മിനിമം ഒരു വീഡിയോ ഒക്കെ നമുക്കൊരു 2 ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2 ഡേയ്സ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2 ഡേയ്സ് ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക എമൗണ്ട് എന്നൊക്കെ വന്ന് 1500 മുകളിലാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതിന് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇൻകം നമുക്ക് കൂടുക. അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഡിമാൻഡും കൂടും. അപ്പോൾ അത് എന്തായാലും നോട്ട് ചെയ്യുക. നിങ്ങളിൽ ആർക്കെങ്കിലും വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയലാണ്, സോഷ്യൽ മീഡിയയിലാണ് ഇത്തരം നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ പോസ്റ്റ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രം എന്തായില്ല, ചില കമ്പനികൾക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം നമ്മൾ ചെയ്ത് കൊടുത്താൽ അവർക്ക് അത് സോഷ്യൽ മീഡിയ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നറിയില്ല. നമുക്കറിയാം, ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നത് പോലെ നല്ല അടിപൊളിയായിട്ട് പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ, അതും യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഇനി അതല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വീഡിയോ ഞാൻ ഇതിന് ശേഷം പിന്നീട് ഞാൻ ടൈം കിട്ടുമ്പോൾ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അതിൻ്റെ കോണ്ടന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഫോളോവേഴ്സിനൊക്കെ കൂട്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ജോലിയാണ്. നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടും അതുപോലെ തന്നെ കമ്പനിയിൽ ജോബായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്തരത്തിൽ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം 5 കമ്പനി നിങ്ങൾക്ക് കിട്ടുകയാണെന്നെങ്കിൽ ഇത് റെഗുലർ ഇൻകമാണ്. എല്ലാ മാസവും അവരുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ഏൺ ചെയ്യാൻ കഴിയും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ലഭിക്കാനായിട്ട് അവസരങ്ങളുണ്ട്. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക, നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആവുക ഹൗ ടു ഗെയിൻ മണി ഫ്രം ഓൺലൈൻ ഫ്രം സോഷ്യൽ മീഡിയ. പിന്നെ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ടിപ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചധികം റിസർച്ച് ചെയ്യേണ്ടി വരും ഈ ഒരു കാറ്റഗറിനെ കുറിച്ച്. മറ്റൊന്നുമല്ല, നമ്മൾ ഫേസ്ബുക്ക് ലീഡ്സ് അതുപോലെ തന്നെ ഗൂഗിൾ അഡ്വേർഡ്സും ഫേസ്ബുക്ക് ലീഡ്സും ഉണ്ട്. ഈ ഫേസ്ബുക്ക് ലീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഡെമോഗ്രാഫിക്സും അതുപോലത്തെ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടന്റ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട്. അല്ല എങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഫേസ്ബുക്ക് ലീഡ്സിനെ കുറിച്ചും ഗൂഗിൾ ആഡ്സിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല അടിപൊളി വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്ക് ലീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനികളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ ആഡ് ചെയ്തതിന് ശേഷം അതിനാവശ്യമുള്ള ആ കമ്പനികളിലേക്ക്, അതായത് അവരിപ്പോൾ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ആ റിക്വയർമെൻറ്റിലേക്ക് ആവശ്യമുള്ള ആളുകളെ സെലക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ +2 അതുപോലെ തന്നെ ഡിഗ്രി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതിന് വേണ്ടതുള്ള ലീഡ് ഞാൻ ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ടാവും +2 പാസ്സാവാതെ അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാവാത്ത ആളുകൾ, ഒരുപാട് ആളുകൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും യഥാർത്ഥ റൈറ്റ് പേഴ്സണിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്ക് വഴി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ ലീഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഡ് കിട്ടും, ഒരുപാട് ആളുകളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. നമുക്കത് കോണ്ടാക്ട് ചെയ്ത് അവരിലേക്ക് നമ്മളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവരെ നമുക്ക് നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. രണ്ടാമത് അതിൻ്റെ ഗൂഗിൾ അഡ്വേർഡ്സ് ആണ്. സെയിം മെത്തേഡ് തന്നെയാണ്. മറ്റേത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഇത് ഗൂഗിളിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കാരണം ഫേസ്ബുക്കിനേക്കാളും ഒരുപാട് എക്സ്പെൻസീവാണ് ഗൂഗിളിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ഗൂഗിൾ ആഡ്വേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ള ജോബുകൾ കിട്ടും. കാരണം ഗൂഗിൾ ആഡ്വേർഡ്സിൽ ഒരുപാട് അനലിറ്റിക്സ് കീവേഡ്സിനെ കുറിച്ചും അത് നെഗറ്റീവ് കീവേഡ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഒരുപാട് നല്ല നല്ല ടിപ്സ് ഞങ്ങളുടെ ഈ ചാനൽ വഴി അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ വഴി ഞാൻ എത്തിക്കുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഇസ് സൽമാനുൽ ഫരീസ് സൈനിങ് ഔട്ട്.